അപ്പൊ പ്രാർത്ഥനയുടെ അനിവാര്യത, എപ്പോഴും പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ വളരെ, ഈ വാക്കുകളൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥന എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രാർത്ഥന, തെഫില്ലാഹ് ഹാ തൽമുദീൻ എന്ന് പറയുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലേക്ക് വരികയാണ് നമ്മൾ. ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ നമ്മൾ അതിന്റെ കോണ്ടസ്റ്റിലേക്ക്, അതിന്റെ പശ്ചാത്തലം ഒന്നുകൂടെ പഠിക്കുകയും മറ്റ് പ്രാർത്ഥനകളെ കുറിച്ചുള്ള ഒരു വിശദീകരണവും കൂടെ കിട്ടുമ്പോൾ മാത്രമേ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മറ്റു പ്രാർത്ഥനകളിലേക്കൊക്കെ വരുന്നത്. യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ പ്രാർത്ഥന, പുതിയ നിയമത്തിലെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളിൽ വ്യത്യാസമുണ്ട്. പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പ്രാർത്ഥനയുടെ ആമുഖത്തിന് വ്യത്യാസമുണ്ട്. അതിന്റെ സംബോധനകൾക്ക് വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ പ്രാർത്ഥനകളുടെ സംബോധനകൾ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്നുള്ള സംബോധനയാണ്. എന്നാൽ പുതിയ നിയമത്തിലെ സംബോധന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള സംബോധനയും, പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയുമാണ്. പുതിയ നിയമത്തിന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. എന്നോട് ആരോ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ക്ലാസ്സിലായി അതിനും കൂടെ ഉത്തരം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ അതിലേക്ക് വരാം. അപ്പം ജൂവിഷ് തിങ്കിങ് ഓഫ് പ്രയർ കേട്ടെ ജൂവിഷ് തിങ്കിങ് ഓഫ് പ്രയർ മനസ്സിൽ കിട്ടിയെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത നമുക്ക് കിട്ടത്തുള്ളൂ. ജൂവിഷ് തിങ്കിങ് ഓഫ് പ്രാർത്ഥനക്ക് കവനത്ത് ഹ ലവ് എന്ന് പറയും. അതാണ് അതിന്റെ ആ പ്രാർത്ഥനയുടെ ഘടന. യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെ ഘടനയ്ക്ക് പൊതുവെ പറയുന്ന ഒരു പേരാണ് കവനത്ത് ഹ ലവ്. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇന്ന് ഞാനൊരു ചെറിയ ഡിവൈസിൽ കൂടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല, എനിക്ക് ചാറ്റിൽ എഴുതാൻ കഴിയുന്നില്ല. ഞാൻ ആവശ്യമുള്ളവർക്ക് നോട്ട് തരാം, ഇതിന്റെ വേർഡുകളൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പൊ ഈ വാക്ക് ശ്രദ്ധിച്ചേ, കവനത്ത് ഹ ലവ്. ലവ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നർത്ഥം. ലവ് എന്ന എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹൃദയം. കവനത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൂന്ന് വാക്കുകൾ അതിനർത്ഥമായി പറയുന്നു. ഒന്ന്, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രത. രണ്ട്, ആരാധനയ്ക്ക് ഈ പദം ഉപയോഗിക്കാറുണ്ട്. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള പദം അല്ലെ ആരാധനയ്ക്ക് ഈ പദം ഉപയോഗിക്കാറുണ്ട്. മൂന്നാമതായിട്ട് ഈ പദം ഉപയോഗിക്കുന്നത് സിംഗിൾ മൈൻഡ്നെസ് എന്ന കാര്യത്തിന് വേണ്ടി, എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ കേന്ദ്രീകരണം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. കവനത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഏകാഗ്രത. രണ്ട്, ദൈവത്തെ സ്തുതിക്കുക അല്ലെ ആരാധിക്കുക. മൂന്ന്, മനസ്സിനെ ദൈവത്തോട് കേന്ദ്രീകരിക്കുക എന്നർത്ഥം. അപ്പൊ യഹൂദ പ്രാർത്ഥന എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഈ വാക്ക് ഓർത്തിരുന്നാൽ മതി. കവനത്ത് ഹ ലവ്. You simply cannot reach the Lord without earnestness and passion of the whole heart. നമുക്ക് പൂർണ്ണ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയും അഭിനിവേശവും ഇല്ലാതെ കർത്താവിന്റെ അടുക്കൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയത്തില്ല. മനസ്സിനെ കേന്ദ്രീകരിക്കാതെ, ഏകാഗ്ര ഹൃദയമില്ലാതെ, സ്തുതിക്കാൻ കഴിയാതെ ഒരിക്കലും നമുക്ക് ദൈവത്തിങ്കൽ എത്തിച്ചേരാൻ കഴിയത്തില്ല. അത് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും അടിസ്ഥാനപരമായ തത്വമാണ്. ഏകാഗ്രത ഇല്ലാതെ പ്രാർത്ഥിക്കുവാൻ പാടില്ല, അല്ലേ? ഏകാഗ്രത ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടുന്നറിയാം. പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടും. കണ്ണൊക്കെ അടയ്ക്കുന്നുണ്ട്, പക്ഷെ ചെവി, നമ്മുടെ ശ്രദ്ധ
നൂറ് കൂട്ടം കാര്യങ്ങളിലേക്ക് പോകും. നമ്മൾ ഈ ഓൺലൈൻ പ്രയറിലൊക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, സഭാരാധനകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഏകാഗ്ര ഹൃദയത്തോടെയാണോ നാം പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ യാതൊരു പ്രത്യേകതയും ഉണ്ടായിരിക്കുകയില്ല. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 29:13 എഴുതിയിരിക്കുന്നത്, യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പക്ഷെ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ അവനെ കണ്ടെത്തും എന്നെഴുതിയിരിക്കുകയാണ്. അപ്പം ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, മനസ്സിന്റെ ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കണം. അറിയാവുന്ന കാര്യമാണെങ്കിൽ വീണ്ടും ആവർത്തിക്കുകയാണ്, മനസ്സിന്റെ ഏകാഗ്രതയിലും നിർമ്മലതയിലും ആരാധനാബോധത്തോടും കൂടെ വേണം ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തോട് പ്രാർത്ഥിപ്പാനും. അപ്പൊ അവർ തന്നെ പറയാ, prayer without covenant is vain. Prayer without covenant, it is a body without soul. It is like a body without soul. That ബോഡിക്ക് സമമായിരിക്കും ഏകാഗ്രതയില്ലാതെ പ്രാർത്ഥിച്ചാൽ. Covenant, a prayer without covenant is a body without soul. ആത്മാവില്ലാത്ത ശരീരം പോലെ ആയിരിക്കും കവനത്തില്ലാത്ത, അല്ലെങ്കിൽ ഏകാഗ്രതയില്ലാത്ത, സ്തുതിയില്ലാത്ത, മനസ്സിനെ കേന്ദ്രീകരിക്കാത്ത പ്രാർത്ഥന. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് വാചകം, അക്ഷരങ്ങൾ, അതിന് യാതൊരു പ്രാധാന്യതയും വേദപുസ്തകം കൊടുക്കുന്നില്ല എന്ന് നമ്മൾ ഗ്രഹിക്കും. അതിന് ധാരാളം ഉദാഹരണമുണ്ട്. ലാംഗ്വേജ് ഈസ് നോട്ട് എ നെസസിറ്റി ഫോർ പ്രയർ. അതൊരു വലിയ അനിവാര്യതയല്ല. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഒരു ബലഹീനതയുണ്ട്. എന്താ ബലഹീനത? വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ എന്നുള്ളൊരു ബലഹീനതയുണ്ട്. ആ ബലഹീനതയ്ക്ക് ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഗ്രോണിങ് സ്പിരിറ്റ്. അതിന് അക്ഷരങ്ങളില്ല, വാക്കുകളില്ല, പുറത്തു വരുന്ന ശബ്ദങ്ങളില്ല. സ്തോത്രം. വീണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. എങ്ങനെ സഹായിക്കുന്നു? ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ധാരാളം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. നെഹമ്യാവിന്റെ പ്രാർത്ഥന, നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഇപ്പൊ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. അതാണ് ആത്മഭാരം എന്നുള്ള വാക്ക് അവിടെയാണ് വരുന്നത്. മസാ, ബർഡൻ. നെഹമ്യാവിന് ഒരു ബർഡൻ ഉണ്ടാകുക, ഹൃദയഭാരം ഉണ്ടാകുക. തൻ്റെ സ്വന്തം ജനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ താൻ ഇരുന്ന് കരഞ്ഞു. അതിനെ പ്രാർത്ഥനയോട് ഉപമിച്ചാണ് തിരുവചനത്തിൽ പറയുന്നത്. ഹന്നായുടെ പ്രാർത്ഥന ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നതാണ് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം. പക്ഷെ ആ പുസ്തകം മുന്നേറുന്നത് രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ചരിത്രങ്ങളിൽ കൂടെയാണ്. ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം രാജാവിനെ അല്ല മറുപടിയായി കൊടുത്തത്, രാജാക്കന്മാർക്ക് ഓത്തു ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഗവർണറെയാണ് ദൈവം കൊടുക്കുന്നത്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം
ആരംഭിക്കുന്നത് കണ്ണുനീരോടുകൂടിയാണ്, പ്രാർത്ഥനയോടുകൂടിയാണ്. അപ്പൊ അതിനകത്ത് 1-ാം അധ്യായത്തിന്റെ അകത്ത് 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അന്നയെ കുറിച്ച് എഴുതിയിരിക്കുന്ന 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ 1 ശമൂവേൽ. ഞാൻ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു, കരഞ്ഞു. അക്ഷരമുണ്ടോ, വാക്കുകളുണ്ടോ? ഒന്നുമില്ല. നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് വാക്കുകളുണ്ടോ? ഒന്നുമില്ല. കരഞ്ഞു. കണ്ണുനീരിന്റെ ഭാഷയെ വായിച്ചെടുക്കുവാൻ കഴിയുന്ന ദൈവം അതിനെയും ഒരു പ്രാർത്ഥനയായി അംഗീകരിച്ചു. സ്തോത്രം. അതിന്റെ താഴെയുള്ള വാക്യം 14-ാമത്തെ വാക്യത്തിലെ 1 ശമൂവേൽ പ്രവാചക പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എന്റെ ഹൃദയത്തെ ദൈവത്തിന് മുൻപാകെ പകരുകയത്രേ ചെയ്തത്. എന്റെ ഹൃദയത്തെ ദൈവത്തിന് മുൻപാകെ പകരുകയത്രേ ചെയ്തത്. ഹൃദയത്തെ പകരുന്ന പ്രക്രിയയാണ് ഹന്നായുടെ കരച്ചിലിൽ കൂടെ പുറത്തു വന്നത്. സ്തോത്രം. അപ്പോ ലാംഗ്വേജ് ഈസ് നോട്ട് എ നെസസിറ്റി ഫോർ പ്രയർ. പ്രാർത്ഥനയ്ക്ക് വാചകങ്ങളോ അക്ഷരങ്ങളോ ഇതൊന്നും വളരെ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ, അതാണ് പ്രാധാന്യം. സ്തോത്രം. ദൈവം നമ്മോട് ചെയ്യുന്നതും ഇങ്ങനെയാ. കേട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കവനത്താണ് ദൈവം നമ്മോട് ചെയ്യുന്നത്. കവനത്ത് ആണ് ദൈവം നമ്മോട് ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ ദൈവം തന്റെ ഹൃദയത്തെ നമ്മുടെ മേൽ ഏകാഗ്രമാക്കി ഇരിക്കും. 34-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം. 34-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന എന്തെന്നറിയാമോ? തന്റെ കണ്ണും തന്റെ കാതും നമുക്ക് വേണ്ടി സമർപ്പിക്കുക. ഒരു മനുഷ്യന്റെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഈ 2 കാര്യമല്ലേ, കണ്ണും കാതും. അപ്പം നാം പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്ത് ആ കവനത്തുണ്ടാകും. എന്താ കവനത്ത്? നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് തന്റെ ചെവിയും, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയും. സ്തോത്രം. നാം അവിശ്വസ്തരായി പാർത്താലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. യഹോവയ്ക്ക് തന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ലല്ലോ. മോശയെ ദൈവം വിളിക്കുമ്പോ, മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ മോശയെ ദൈവം വിളിക്കുമ്പോൾ ദൈവം ഉച്ചരിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. ദൈവം പറയുകയാണ്, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. 2 വാക്കാ അല്ലേ? എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. പിന്നെ ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. കേട്ടെ 7-ാം വാക്യവും 8-ാം വാക്യത്തിന്റെ ക്രിയാപദം മാത്രം ഒന്ന് എടുത്തു നോക്കിയാൽ, അതിന്റെ വെർബ്, അതിന്റെ ക്രിയാപദം മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത്. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഒന്ന് പറയാം. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതാണ് കവനത്ത് എന്ന വാക്കിന്റെ അർത്ഥം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മളിലേക്ക് തന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ദൈവം, ഏകാഗ്ര മനസ്സോടുകൂടെ നമ്മുടെ നിലവിളിയെയും സങ്കടങ്ങളെയും കണ്ണുനീരിനെയും സ്വീകരിക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം. സ്തോത്രം. അപ്പം ദൈവം എങ്ങനെയാണോ നമ്മുടെ പ്രാർത്ഥനയോട് സമീപിക്കുന്നത്, അതേ അളവിൽ വേണം ദൈവജനം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. ഏകാഗ്രതയില്ലാതെ, പൂർണ്ണ ഹൃദയത്തോടെ അല്ലാതെ,
ഹൃദയത്തെ കേന്ദ്രീകരിക്കാതെയുള്ള പ്രാർത്ഥനയ്ക്ക് യാതൊരു കാരണവശാലും മറുപടി ലഭിക്കുന്നില്ല. അതാണ് പ്രാർത്ഥനയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ ഡോക്ടറിൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് തന്നെയായിരിക്കും. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തെ കണ്ടുകൊണ്ട് എന്റെ ദൈവമേ എന്ന് നിലവിളിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവം അംഗീകരിക്കുന്ന പ്രാർത്ഥന. അല്ലാതെ പ്രാർത്ഥനയ്ക്കകത്ത് കുറെ ആർക്കും മനസ്സിലാകാത്ത കുറെ വാചകങ്ങൾ ഉച്ചരിക്കുന്നത് കൊണ്ടോ, കുറെ ആദിപ്രാസം അന്തിപ്രാസം ഉച്ചരിക്കുന്നത് കൊണ്ടോ, കട്ടിപിടിച്ച കുറെ വാക്കുകൾ പറയുന്നത് കൊണ്ടോ ഒന്നും അർത്ഥമില്ല. ഒരു സ്ഥലത്ത് ഏകാഗ്ര ഹൃദയത്തോടു കൂടി ഇരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു മുറിയിലോ ജോലി ചെയ്യുന്ന അടുക്കളയിലോ നിങ്ങൾക്ക് ഏകാഗ്രമായി ഇരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് അല്പസമയം മനസ്സിനെ കേന്ദ്രീകരിച്ചതിന് ശേഷം എൻ്റെ ദൈവത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആ സമയത്ത് 2 തുള്ളി കണ്ണുനീരൊഴുക്കിയാൽ അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയ്ക്ക് തുല്യമായിരിക്കും. നമുക്കൊരു സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ പാടുന്നത് കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയും, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയും ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. അല്ലെ? പെറ്റതല്ല ആ പാട്ടൊക്കെ പാടിയാ തീരുന്നോടം വരെ പാടേണ്ടി വരും. അങ്ങനെ ഒരു നല്ല ആത്മനിറവുള്ള ഒരു പാട്ടാണ്. ക്ലാസ്സിലൊക്കെ പാടുമ്പോ ഈ പകുതി വെച്ച് നമ്മൾ നിർബന്ധത്താൽ നിർത്തേണ്ടി വരും. സ്തോത്രം. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ജൂവിഷ് തിങ്കിങ് ഓഫ് പ്രെയർ. അതേ പ്രാർത്ഥനയാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതിന്റെ അർത്ഥം പ്രാർത്ഥന, യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന യേശുവിന്റെ കവനത്താണ് എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയിൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയെയും നിങ്ങളുടെ ഏകാഗ്രതയെയും നിങ്ങളുടെ ആരാധനയെയും എന്നിലേക്ക് കേന്ദ്രീകരിക്കണം. അതാണ് എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ള വാക്കിന്റെ പൊരുൾ. അതാണ് എൻ്റെ നാമത്തിൽ ബിസിമി എന്ന വാക്ക്. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ള ആ വാക്കിന്റെ പൊരുൾ അതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മള് ഈ പ്രാർത്ഥിക്കുമ്പോൾ തീർക്കാൻ വേണ്ടി ഒരു വാക്ക് പറയാനായിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. എൻ്റെ ഒരു പ്രായമുള്ളൊരു അമ്മച്ചി, എൻ്റെ അമ്മച്ചിയുടെ അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോ ഈ അവസാനം ഈ വാക്ക് ആർക്കും തിരിയല്ല. യേശു ഭക്ഷിക്കുന്നു എന്നേ തിരിയുള്ളൂ. യേശു ഭക്ഷിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ പിള്ളേരൊക്കെ നാട്ടിൽ ചെല്ലുമ്പോ ഈ വെല്ലുമച്ച് പ്രാർത്ഥിക്കും. കൊച്ചു പിള്ളേരെല്ലാം അടുപ്പിച്ചെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അപ്പൊ നമുക്കറിയാതെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നാ പറയുന്നത്, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു എന്നാ അമ്മച്ചി പറയുന്നത്. പക്ഷെ പിള്ളേർക്ക് ഇത് മനസ്സിലാവത്തില്ല. പിള്ളേര് ചിരിച്ചോട്ട് തിരിച്ചു വരും. എന്നിട്ട് ഞങ്ങളോട് വന്ന് പറയും, ഈ ഏറ്റവും അവസാനം അമ്മച്ചി പറയും യേശു ഭക്ഷിക്കുന്നു. നമുക്ക് അതെന്തോ ഈ പറയുന്നതെന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കില്ല. ആ പ്രാർത്ഥനയ്ക്ക് ഈ ജൂവിഷ് തിങ്കിങ് ഓഫ് പ്രെയറിലെ സിദ്ദൂർ എന്ന വാക്കിനർത്ഥം. സിദ്ദൂർ എന്ന് പറഞ്ഞാല് യഹൂദന്മാർക്ക് ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്. നമുക്ക് സമുദായങ്ങളിലൊക്കെ പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്. യാക്കോബായാലും മർത്തോമായാലും ഒക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രെയർ ബുക്ക് ഉണ്ട്. അതുപോലെ യഹൂദന്മാർക്ക് ഒരു പ്രെയർ ബുക്ക് ഉണ്ട്. ആ പ്രെയർ ബുക്കിന് സിദ്ദൂർ എന്ന പേര്. സിദ്ദൂർ, SIDDUR, സിദ്ദൂർ എന്ന് പറഞ്ഞാൽ പ്രെയർ ബുക്ക് എന്നതിന്റെ അർത്ഥം. ആ പ്രെയർ ബുക്ക് വെച്ചിട്ട് അവര് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ പ്രെയർ ബുക്ക് എന്തിനാണെന്ന് ചിലപ്പോ എന്നോട് ഈ ക്ലാസ്സിലെ ആളുകൾ ചോദിക്കുമായിരിക്കും. ഇങ്ങനെ ഒരു പുസ്തകത്തിന്, നമുക്ക് വേദപുസ്തകത്തിന് പുറത്ത് ഇങ്ങനെയുള്ള പുസ്തകം ഉണ്ടോ, അല്ലെങ്കിൽ വേണോ, അനിവാര്യത ഉണ്ടോ? അതിൽ ഉത്തരം, ഈ യഹൂദന്മാർക്ക്
10 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഉള്ളത്. 10 പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ രണ്ടായി തരംതിരിക്കുക. ഒന്ന് തനാക്ക്, നമ്മുടെ വേദപുസ്തകം, പഴയ നിയമം. അത് എഴുതപ്പെട്ട പുസ്തകമാണ്, അല്ലെങ്കിൽ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ആണ്. അതാണ് തനാക്ക്, എഴുതപ്പെട്ട തിരുവചനം. ഇനി കേൾക്കപ്പെട്ട തിരുവചനം എന്ന് അവർ വിശ്വസിക്കുന്നതുണ്ട്. മോശ പർവ്വതത്തിൽ ഇരുന്നപ്പോൾ കേട്ട കാര്യങ്ങൾ, അതിന് ഓറൽ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയും. ഓറൽ വേർഡ് ഓഫ് ഗോഡ്, കേട്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് യേശു യഹൂദന്മാരോട് കൂടെ ചോദിച്ചു, എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലയോ? എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലയോ? ഓറൽ വേർഡ് ഓഫ് ഗോഡ്. എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതിന്റെ അർത്ഥം റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്. അപ്പൊ യഹൂദന്മാര് വിശ്വസിക്കുന്ന ഒരു കാര്യം, തൽമൂദ്, മിസ്ന ഇങ്ങനെ പറയപ്പെടുന്ന മറ്റു പുസ്തകങ്ങൾ ഓറൽ വേർഡ് ഓഫ് ഗോഡ് ആണെന്ന് അവർ വിശ്വസിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്ത് പോലെ തന്നെ ദൈവം തന്റെ ദാസനായ മോശയോട് അരുളി ചെയ്തതാണിത് എന്ന് അവർ വിശ്വസിക്കുന്നു. അതിന്റെ ചുരുക്കമാണ് തനാക്ക്, അല്ലെങ്കിൽ പഴയ നിയമം, അതിന്റെ ചുരുക്കം. പക്ഷെ അത് വിസ്താരമായിട്ട് കേട്ട കാര്യം വിസ്തരിച്ചെഴുതുന്ന പുസ്തകങ്ങളാണ് ബാക്കി പുസ്തകങ്ങളൊക്കെ. അതുകൊണ്ട് തൽമൂദൊക്കെ അവർ ആചരിക്കും. അപ്പം കാലാകാലങ്ങളിൽ വന്നതായ പുരോഹിതന്മാർ, അവരുടെ ഗുരുക്കന്മാർ, റബ്ബായിമാര്, ഓരോ കാലാകാലങ്ങളിൽ റബ്ബായിമാരുണ്ട് അവർക്ക്. അപ്പൊ ആ റബ്ബായിമാര് അവരുടെ പ്രാർത്ഥനകൾ ക്രോഡീകരിക്കും, അവരുടെ റിച്വൽസ്, സമ്പ്രദായങ്ങൾ ക്രോഡീകരിക്കും, ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ക്രമമുണ്ടാക്കും. അത് മാത്രമേ ഉള്ളത്. അപ്പൊ അത് അങ്ങനെ ഉണ്ടായ ഒരു പുസ്തകമാണ് സിദ്ദൂർ, പ്രയർ ബുക്ക്. ഒരു സാധാരണ യഹൂദൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വൃത്തിയായിട്ട് എഴുതിയിരിക്കുന്ന യഹൂദന്മാരുടെ ഒരു പുസ്തകമാണ് സിദ്ദൂർ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് PDF അയച്ചു തരാം. ഒത്തിരി അയച്ചു തന്നിരിക്കുന്ന അവിടെ കിടപ്പുണ്ട്. അത് തുറന്നുപോലും നോക്കിയിട്ടില്ല. എത്രയോ പുസ്തകങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു. പോട്ടെ. ഇപ്പൊ സിദ്ദൂർ കേട്ടെ, സിദ്ദൂർ കേൾക്കണം. അതിൻ്റെ അകത്ത് 3 times of a day prayer. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലേക്ക് വരാൻ പോവുക. ഇന്ന് വരികയല്ല, ഞാൻ അതിന്റെ പശ്ചാത്തലം പറയാം. 3 times of a day. ഒരു ദിവസം നിശ്ചയമായി ഒരു 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കും, നിശ്ചയമായിട്ടും. അതിന് രാവിലെ പ്രാർത്ഥിക്കുന്ന മോർണിംഗ് പ്രേയറിന് പറയുന്ന പേര് ടെഫില്ലാത്ത ഷാചരിത്ത് എന്നാണ്. ടെഫില്ലാത്ത ഷാചരിത്ത് എന്ന് പറഞ്ഞാൽ പ്രഭാത പ്രാർത്ഥന. ആ പ്രഭാത പ്രാർത്ഥന എപ്പോഴാ? ഉച്ചയ്ക്കല്ല, അല്ലെ എഴുന്നേൽക്കുമ്പോഴല്ല, പ്രകാശം വീഴുമ്പോഴല്ല. പ്രഭാത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രകാശം പോയി, ഇരുട്ട് പോയി പ്രകാശം വന്ന് കൂടിച്ചേരുന്ന സമയത്തിനാണ് പ്രഭാതം എന്ന് പറയുന്നത്. കേട്ടോ? കേൾക്കുന്നുണ്ടോ എന്നെ? എല്ലാവരും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുവാ പ്രഭാതം? എപ്പോഴാ പ്രഭാതം? നിങ്ങളുടെ കയ്യിലൊക്കെ ഇപ്പോൾ നല്ല മൊബൈലുകളുണ്ടല്ലോ. അതിന്റെ ആദ്യത്തെ പേജ് നോക്കിയാൽ ഈ സൺസെറ്റിന്റെ പ്രഭാതത്തിന്റെ ടൈം അവിടെ എഴുതിയിട്ടുണ്ട്. 5:40 AM പ്രഭാതമാണ്. ഈ പ്രഭാതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഒരു ഹിന്ദു മെത്തോളജി അനുസരിച്ച് സന്ധ്യ എന്നാണ് ആ വാക്ക്. സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധിക്കുന്നത് എന്നർത്ഥം. എന്തോ സന്ധിക്കുന്നത്? പ്രകാശം വരുന്നു, ഇരുട്ട് പോകുന്നു, സന്ധിക്കുന്ന സന്ധ്യ. അവിടെയാ വിളക്ക് വെക്കേണ്ടത്. നിലത്തിരുന്ന് വിളക്കുന്നത് കൊണ്ട് നിലവിളക്ക് എന്ന് പറയുന്നു. അപ്പം വിളക്കുക, ആ വിളക്കുന്നതിന് സന്ധ്യ എന്ന് പറയുന്നു. ഒരു ദിവസം എത്ര സന്ധ്യ ഉണ്ട്? 2. ഇനിയും പറയാം, തെറ്റിയാലും ഞാൻ എങ്ങും ചെന്ന് പറയല്ല. പറഞ്ഞു. ഒരു ദിവസം എത്ര സന്ധ്യ ഉണ്ട്? അലിസാൻഡി 2 പറഞ്ഞു. ആരും പറയുന്നില്ല. ഒരു ദിവസം 3 സന്ധ്യയുണ്ട്. ഹിന്ദു മെത്തോളജി അനുസരിച്ച് 3 സന്ധ്യയുണ്ട്. പ്രാതകാല സന്ധ്യ,
മധ്യകാല സന്ധ്യ, പിന്നെ സായംകാല സന്ധ്യ. അപ്പൊ ഈ 3 സമയവും സന്ധിക്കുന്നത് എന്നാ പറയുന്നത്. വൈകിട്ടെന്താ പറയുക? സന്ധ്യ. സന്ധ്യക്കാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴാ? പ്രകാശം പോകുന്നു, ഇരുട്ട് വരുന്നു, സന്ധിക്കുന്നു, സന്ധ്യ. അതിനാണ് ഈവനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അവിടെ ആ ദിവസം ആരംഭിക്കുന്നത്. യഹൂദന്മാരുടെ ദിവസം ആരംഭിക്കുന്നത് വൈകിട്ടാണ്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം സന്ധിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഹിന്ദു മെത്തോളജിയുടെ ബാക്കിയും കൂടെ പറഞ്ഞേക്കാം. രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് 3 തിരിയിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. 3 തിരി എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്. ഉച്ചയ്ക്കത്തെ പ്രാർത്ഥനയ്ക്ക് 5 തിരിയിട്ട് പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ 5 പ്രാണൻ ഒരു ശരീരത്തിൽ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ 5 പ്രാണൻ പോകുമ്പോഴാ സഞ്ചയനം ഉണ്ടാകുന്നു, അല്ലേ? പ്രാണൻ, വിതാനൻ, അപാനൻ, സമാനൻ എന്ന് പറയുന്ന 5 പ്രാണൻ. ഓക്കെ. പിന്നെ വൈകുന്നേരം 7 തിരിയിട്ട് പ്രാർത്ഥിക്കും. 7 തിരി സപ്തധാതുക്കളെ കാണിക്കുന്ന, ശരീരത്തിന്റെ സപ്തധാതുക്കൾ. അങ്ങനെ 7 തിരി പ്രാർത്ഥന വരുന്നു. പക്ഷെ ഇത് അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഒരു ന്യായമായ ഒരു ഹിന്ദു അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളെ പഠിച്ച കാലത്ത് ഈ വാസ്തുവിദ്യ പഠിക്കണമായിരുന്നു. ഇപ്പം വാസ്തുവിദ്യ, ഈ വാസ്തുവിദ്യ സിവിൽ എഞ്ചിനീയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പൊ ഈ വാസ്തുവിദ്യ ഒരു ഹിന്ദു പണ്ഡിത്തായ ഒരാൾ വന്നാൽ ഞങ്ങളെ വാസ്തുവിദ്യ പഠിപ്പിച്ചു. അപ്പൊ അദ്ദേഹം പഠിപ്പിച്ച കാര്യമാ ഞാനീ പറയുന്നത്. അത് വളരെ അവരാചരിക്കേണ്ടതായ കാര്യമാണെന്നാണ് പറയുന്നത്. ഞാൻ ആ ഭാഗത്തുനിന്ന് വിടുന്നു. ഏതായാലും പ്രാർത്ഥിക്കണമെന്നുള്ളത് ഉറപ്പാണല്ലോ. എന്താ? മോർണിംഗ് പ്രെയർ, പ്രഭാത പ്രാർത്ഥന. നമുക്ക് പണ്ടൊക്കെ എന്ത് പ്രഭാത പ്രാർത്ഥന ഉണ്ടെന്നറിയാം. മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിതാ പാട്ട് പാടിയിടുന്നു. നമ്മളിത് ഉച്ചയ്ക്കാ പാടുന്നു. ഉഷകാലം നാം എഴുന്നേൽക്കുക, മനമേ ദൈവത്തെ പാടി സ്തുതിക്കാൻ. ഈ പാട്ടുകളൊന്നും നമ്മുടെ തലമുറയ്ക്ക് ഇപ്പൊ അറിയത്തില്ല. ഇതൊന്നും ആരും കുഞ്ഞുങ്ങൾ കേൾക്കുന്നില്ല, നമുക്ക് പോലും അറിയത്തില്ല. ഈ പാട്ടുകളൊക്കെ കേട്ടാണ് ഒരു കാലത്ത് നമ്മൾ ഉണർന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യം നിന്നു പോയിരിക്കുന്നു. സ്തോത്രം. സിയോൻ ഗീതാവലിയിലെ പ്രഭാത പ്രാർത്ഥനകൾ പ്രത്യേകം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പഴയ പാഠപുസ്തകങ്ങളൊക്കെ നോക്കിയാൽ പ്രഭാത പ്രാർത്ഥന പ്രത്യേകം ചിട്ടപ്പെടുത്തിയ സ്തോത്ര പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ പ്രാർത്ഥനകളൊക്കെ അന്യം നിന്നിട്ട് അവിടെയെല്ലാം മറ്റ് പ്രാർത്ഥനകൾ കുടിയേറിയിരിക്കുന്നു. ഈ പ്രാർത്ഥന നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്താ പ്രാർത്ഥന? ടെഫില്ലാത്ത ഷാചരിത്ത്. ഒരു രാത്രി മുഴുവൻ എന്നെ കാത്തതിന് നന്ദി പറയുന്ന പ്രാർത്ഥനയാണ് ടെഫില്ലാത്ത ഷാചരിത്ത്. ഒരു രാത്രി മുഴുവൻ 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഞാൻ കിടന്നിറങ്ങിയപ്പോൾ ഞാൻ അറിയാതെ എന്റെ മേൽ കരം വെച്ച ദൈവത്തിന് നന്ദി എന്ന് പറയുന്ന പ്രാർത്ഥന നമുക്കുണ്ടാകും. എന്റെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിച്ച ദൈവം, എന്റെ കിടക്കമേൽ ഞാൻ കിടന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നു, ഞാൻ ഉണർന്നുമിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവമക്കളെ, പ്രഭാത പ്രാർത്ഥന തിരിച്ചു പിടിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലാത്തവരോട് ഞാൻ പറയാണ്, തിരിച്ച് ഞാൻ ഉൾപ്പെടെ എന്നെയും കൂടെ പ്രതിയാക്കിക്കൊണ്ട് ഞാൻ പറയുക, ആ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഇത് പ്രാർത്ഥനയുടെ ടേസ്റ്റ് ആക്കി മാറ്റണം. എന്താ? ടെഫില്ലാത്ത് ഷാചരിത്ത്. ടെഫില്ലാത്ത് ഷാചരിത്ത്. കഴിഞ്ഞ രാത്രി മുഴുവനും എന്നെ കാത്ത ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം പറയുന്ന ഒരു സ്തോത്ര പ്രാർത്ഥന നമുക്കുണ്ടാകും. യഹൂദന്മാരുടെ രണ്ടാമത്തെ ഒരു ദിവസത്തെ പ്രാർത്ഥന ടെഫില്ലാത്ത് മിഞ്ച എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ പ്രെയർ. ആഫ്റ്റർനൂൺ പ്രെയർ. ടെഫില്ലത്ത് മിഞ്ച, അത് ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റു, ഞാൻ ഈ ഉച്ച കഴിയുന്ന സമയം വരെ നടന്നു, ജോലി ചെയ്തു, വാഹനം ഓടിച്ചു, എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. ഇത്രത്തോളം ആരോഗ്യം നിലനിർത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ടെഫില്ലാത്ത് മിഞ്ച എന്ന് പറയും. ഇനി വൈകുന്നേരം ഒരു പ്രാർത്ഥനയുണ്ട്.
വായിക്കുന്ന ഒരു സഹന പ്രാർത്ഥന. ആ സഹന പ്രാർത്ഥനയ്ക്ക് ടെഫില്ലാത്ത മരീവ് എന്ന് പറയും. ടെഫില്ലാത്ത മരീവ് എന്ന് പറഞ്ഞാൽ സാഹാന്യ പ്രാർത്ഥന. കൃഷിയിടങ്ങളിൽ നിന്ന് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ, ജോലി സ്ഥലങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ പാടിക്കൊണ്ടു പോകുന്ന ഒരു പ്രാർത്ഥനയാണ് സഹന പ്രാർത്ഥന. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കിടക്കുന്ന സമയത്ത് വേറെ പ്രാർത്ഥനയുണ്ട്. അതിനാ ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ എന്ന് പറയും. കിടക്കുന്ന സമയത്ത്, കിടക്കുന്നതിന് മുൻപ്, കട്ടിലിൽ കിടക്കുന്നതിന് മുൻപ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അവരുടെ ക്ഷമ തെഫില്ലാത്ത. അപ്പോ ജോലി സ്ഥലത്ത് നിന്ന്, കൃഷി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ടു പോവുക. അതാണ് സാഹാന്യ പ്രാർത്ഥന, അല്ലെങ്കിൽ ടെഫില്ലാത്ത മാരീവ് എന്ന് പറയുന്ന പ്രാർത്ഥന. ഇനി ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. ദ ഡേ ഓഫ് ദ വീക്ക്, ആഴ്ചയിലെ ദിവസങ്ങളിൽ, പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ. അതൊരു സാധാരണ ദിവസമാണെങ്കിൽ, ഓർഡിനറി ഡേ ആണെങ്കിൽ യോം ഖോൾ എന്ന് പറയുന്ന പ്രാർത്ഥന. സാധാരണ ഒരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ യോം ഖോൾ എന്ന് പറയുന്ന പ്രാർത്ഥന. ഇനി അതൊരു പ്രത്യേക ദിവസമാണ്, ആഴ്ചയിലെ ഒരു വിശുദ്ധ ദിവസമാണെന്ന് വിചാരിക്കുക. അതൊരു സഭായോഗത്തിന്റെയോ ശബത്തിന്റെയോ പ്രധാനപ്പെട്ട, ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെങ്കിൽ അന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ ദിവസത്തിന് യോം തോവ് എന്ന് പറയും. യോം തോവ് എന്ന് പറഞ്ഞാൽ മുദ്രയിടുക. തോവ് എബ്രായ അക്ഷരമാലയുടെ അവസാനത്തെ അക്ഷരമാണ് തോവ്. യോം എന്ന് പറഞ്ഞാൽ സമയം. തോവ് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട് അതിന്. മുദ്ര എന്ന് വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അതിന് തോവ് എന്ന അർത്ഥം. അതുപോലെ തന്നെ മുദ്ര എന്ന വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റഡ്, ഡോണ്ട് ടച്ച് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി തോവ് എന്ന് പറഞ്ഞാൽ ക്രോസ് എന്ന അർത്ഥമുണ്ട്. ക്രോസ്. അപ്പം ക്രൂശിനെ ധ്യാനിക്കുക എന്നാണ് ആ വാക്കിന്റെ പുതിയ നിയമാർത്ഥം. യോം തോവ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ ധ്യാനിക്കുന്ന ദിവസം, അല്ലെങ്കിൽ അതിനെ ഓർക്കുന്ന ദിവസം. ഹല്ലേലൂയ. അതാണ് വിശുദ്ധ ദിവസത്തിന്റെ പ്രാർത്ഥനയുടെ സോത് ലെവൽ, അതിന്റെ ആത്മീയ സ്പിരിച്വൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു ദിവസം ഉണ്ടാകണം കേട്ടോ. നമുക്ക് വിശുദ്ധ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? സഭായോഗം എന്ന് പറഞ്ഞാൽ എന്താ? തിരുവത്താഴം എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവിന്റെ ക്രൂശിനെ സ്മരിക്കുന്ന ദിവസമായി അത് മാറണം. ഞായറാഴ്ച എഴുന്നേൽക്കുമ്പോൾ യോം തോവ് ഉണ്ടാകണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ യോം തോവ് ഉണ്ടാകണം. തിരുവത്താഴ് ശുശ്രൂഷയിലേക്ക് കൈനീട്ടുമ്പോൾ യോം തോവ് ഉണ്ടാകണം. സ്തോത്രം. ആ ഭാഗത്ത് നിന്ന് ആ തിരുവത്താഴത്തിന്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഇത് പറഞ്ഞിരിക്കണം നിശ്ചയമായി. യോം തോവ് പറഞ്ഞ എല്ലാവരും ഒന്ന് പറഞ്ഞു. യോം തോവ്. യോം എന്ന് പറഞ്ഞാൽ സമയം. തോവ് എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയുടെ അവസാന അക്ഷരമാണത്. പക്ഷേ തോവ് എന്ന് പറഞ്ഞാൽ ദൈവം. തോവ് എന്ന് പറഞ്ഞാൽ കുരിശ്. യോം എന്ന് പറഞ്ഞാൽ മുദ്ര. യോം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. യോം എന്ന് പറഞ്ഞാൽ ഡോണ്ട് ടച്ച്, സെപ്പറേറ്റഡ് ഫോർ മീ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. സ്തോത്രം. അപ്പൊ യഹൂദന്മാർക്ക് ആ പ്രാർത്ഥനയുണ്ട്. അടുത്തൊരു പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ട സമയങ്ങളിലേക്കുള്ള പ്രാർത്ഥന. കേട്ടെ, പ്രധാനപ്പെട്ട ഉത്സവകാലങ്ങളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സമയങ്ങൾ വരുമ്പോൾ ആ പ്രധാനപ്പെട്ട സമയത്തിന് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേരാ പറയുന്നത്. മോദി എന്ന് പറയും. ഈ മോദി അല്ല, അത് വേറെ മോദിയാ. അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ അതിന്റെ ഉച്ചാരണം അങ്ങനെയാ. അതിന്റെ ഉച്ചാരണം ഓർഡിനറി സീസൺസ് ആൻഡ് ഫെസ്റ്റിവൽ സീസൺസ്, അതിന് മോദി എന്ന് പറയും. എന്ന് പറഞ്ഞാല് കുട്ടികളുടെ പരിച്ഛേദന നടക്കുന്ന സമയത്ത്, കുട്ടികൾക്ക് പേരിടുന്ന സമയത്ത്, അതുപോലെ യഹൂദ വിവാഹത്തിന്റെ സമയത്ത്, യഹൂദ മരണങ്ങൾ നടക്കുന്ന സമയത്ത്, മുവാത്ത് എന്ന് പറയും. മരണസമയം മുവാത്ത്. അതാ മൗത്ത് എന്നൊക്കെ പറയുന്നത്. മുവാത്ത് അല്ലെങ്കിൽ വിവാഹം, നുസീൻ എന്നൊക്കെ പറയുന്ന വിവാഹത്തിന്റെ പ്രത്യേക സീസണുകളിലുള്ള പ്രാർത്ഥനകൾ അവർക്കുണ്ടായി. ഈ പ്രാർത്ഥനകളെ എല്ലാം ഒന്ന് ക്രോഡീകരിക്കുകയാണ് കർത്താവ് തന്റെ പ്രാർത്ഥനയിൽ. സ്തോത്രം. കർത്താവ് തന്റെ പ്രാർത്ഥനയിൽ. അപ്പൊ ദ ഫസ്റ്റ് 3
phrases of Jesus' prayer is the mirror of the Jewish Kaddish and the sanctification of God's name. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആദ്യത്തെ 3 സെന്റൻസുകൾ യഹൂദന്മാരുടെ പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ശുദ്ധീകരണ വാക്കുകളാണ് ആദ്യത്തെ 3 വാക്കുകൾ. രണ്ടാമത്തെ 3 വാക്കുകൾ അല്ലെങ്കിൽ നടുവിൽ പറയുന്ന 3 വാക്കുകൾ, the middle phrases summarize the essential petitions of the ancient Jews Amida prayer. സാധാരണ യഹൂദന്മാര് അവരുടെ ദിവസം തോറുമുള്ള പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ് മിഡിലിൽ കർത്താവ് ക്രോഡീകരിക്കുന്നു. ഏറ്റവും അവസാനമോ the climatic conclusion mirrors the praises King David offered at the dedication of the first temple. ദാവീദ് ആരാധനാലയത്തിന്റെ സമർപ്പണത്തിന്റെ സമയത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പെട്ടകം കൊണ്ടുവരുമ്പോൾ ആ പെട്ടകത്തിന് മുൻപിൽ ചെയ്ത ഒരു നൃത്തഗീതമുണ്ട്. ആ നൃത്തഗീതത്തിന്റെ വാക്കുകളൊക്കെ സമ്മറൈസ് ചെയ്തിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ അവസാനത്തെ 3 സെന്റൻസുകൾ വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ പഴയ നിയമത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു സമ്മറിയുടെ ന്യൂ ടെസ്റ്റമെന്റ് വേർഷനാണ് പുതിയ നിയമ പ്രാർത്ഥന. മനസ്സിലായോ? പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകളെയും, പഴയ നിയമത്തിലെ പ്രാർത്ഥനയ്ക്ക് ഞാൻ അതിനൊരു ഒരു രത്ന ചുരുക്കമായി പറഞ്ഞൊരു വാക്കുണ്ട്, കവനത്ത് ഹാ ലവ്. കവനത്ത് ഹാ ലവ്. പഴയ നിയമത്തിൽ എത്ര പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആ പ്രാർത്ഥനകളെ എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒരു ടൈറ്റിൽ കൊടുത്താൽ അതിന് പറയുന്ന പേര് കവനത്ത് ഹാ ലവ്. ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ നിന്ന് പൊട്ടി വീഴുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഒരു പുതിയ നിയമ രൂപമാണ് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന. സ്തോത്രം. അപ്പൊ അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുക. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഒരു നീതിയാകുകയില്ല. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ഞാൻ അവസാനം പറയേണ്ടതായ കാര്യമാണ്. ആ ചോദ്യകർത്താവ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജിജ്ഞാസ കാണും. ഞാൻ ഉത്തരം പറഞ്ഞില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം രാത്രി ഉറങ്ങത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഉത്തരം പറഞ്ഞേക്കാം. സ്തോത്രം. അപ്പം നമ്മളെ പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയും ആമേൻ. എല്ലാവരും ഒന്ന് പറഞ്ഞ് ആമേൻ. ആമേൻ എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. ആമേൻ ആദ്യം പറഞ്ഞത് അബ്രഹാം, ഐ ബിലീവ്, അതതിന്റെ അർത്ഥം. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഐ ബിലീവ്, അതാണ് ആ വാക്കിന്റെ അർത്ഥം. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? അങ്ങനെ തന്നെ എന്നാ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഉറുദുവിലൊക്കെ ഞങ്ങള് കാശ്മീരിലൊക്കെ ആൻസാൻഡിക്ക് അറിയാം. കാശ്മീരിലൊക്കെ ചെല്ലുമ്പോ ആമേൻ എന്നാരും പറയല്ല, തദാസ്തു എന്നാ പറയുന്നത്. ഈശു ക നാമേ, അന്നേരം എല്ലാവരും ചേർന്ന് പറയും തദാസ്തു. നീ എന്തെല്ലാം ഈ പ്രാർത്ഥനയിൽ പറഞ്ഞോ അതുപോലെ ആകട്ടെ എന്ന വാക്കിന്റെ അർത്ഥം, ഉറുദു വാക്ക്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ എന്നുള്ള വാക്ക് പിന്നീട് ഞാൻ പറയാനും അത് ഒരു വിവരണം ആവശ്യമുണ്ട്. അതിനൊരു വിവരണം ആവശ്യമുണ്ട്. അത് പിന്നീട് വരുന്ന ക്ലാസ്സിൽ പ്രസ്താവിക്കാമെന്ന് വിചാരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ബിസി മീ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ഈ ദൈവത്തിന്റെ നാമത്തിന് തിരുനാമം എന്ന വേദോസ്തത്തിൽ എഴുതിയിരിക്കുന്നു. അത് പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. ലേവ്യ പുസ്തകം 24:11 വാക്യമുണ്ട്. ലേവ്യ പുസ്തകം 24 അധ്യായം 11 വാക്യം. ഇസ്രായേലിയ സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ചു. കിട്ടുന്നുണ്ടോ? ഒരു ഇസ്രായേലി സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ചു. അവിടെ തിരുനാമം എന്നുള്ളതിന് ഷം എന്ന പദം ഉപയോഗിക്കും. SHEM എഴുതിക്കോ. SHEM. ഷം.
ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് 957 നെയിംസ് വേദപുസ്തകത്തിലുണ്ട്. 957 നെയിംസ് ഓഫ് ഗോഡ്. അതിൻ്റെ അകത്ത് യഹൂദന്മാര് പ്രധാനപ്പെട്ട 2 വാക്കാ ഉച്ചരിക്കുന്നു. യാഹവേ എന്നുള്ള വാക്ക് അവർ ഉച്ചരിക്കാറില്ല. യാഹവേ എന്നാ എഴുതിയിരിക്കുന്നതെങ്കിലും അവർ ഉച്ചരിക്കുന്ന ഒരു വാക്ക് അഡണായി എന്ന. അഡണായി, അഡണായി, അഡോണായി എന്ന് പറയുന്നത് യജമാനനെ എന്നർത്ഥം. പിന്നെ സകല സാധാരണ ഇസ്രായേലിലും ഉച്ചരിക്കുന്ന ഒരു കോമൺ പദമാണ് ഷം. ഒന്ന് പറഞ്ഞേ, ഷം. ഷം എന്ന് പറഞ്ഞാൽ തിരുനാമം. തിരുനാമം. എബ്രായ വാക്കുകളൊന്നും അറിയത്തില്ലാത്ത പഴയ ദൈവദാസന്മാര്, പ്രായമുള്ള ആളുകൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, അവന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു കൊടുത്താണെന്ന് ഞാൻ വിചാരിക്കും ദൈവത്തിന്റെ നാമം. എന്താ ദൈവത്തിന്റെ നാമം? ദ ഹോളി നെയിം, തിരുനാമം. 24-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഈ നാമത്തിന് ശക്തിയുണ്ട്. ഇത് തന്നെയാണ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് എഴുതിയിരിക്കുന്നിടത്തും അവന്റെ തിരുനാമത്തിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. യേശുവിന്റെ നാമത്തിന് ശക്തി ഉണ്ടോ? ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന് 1-ാം വാക്യം തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു പെസഹ അത്താഴം കഴിഞ്ഞിട്ട് കിദ്രോൻ കടന്നിട്ട് ഗത്സമന തോട്ടത്തിൽ വരുന്നു. കേട്ടെ, ഗത്സമന തോട്ടത്തിൽ വരുന്നു. ഇപ്പൊ ഗത്സമന തോട്ടത്തിൽ വന്നപ്പോൾ തന്നെ പിടിക്കുവാൻ ചേവകരോടും മഹാപുരോഹിതന്മാർ അയച്ച ആളുകളോടും കൂടെ പന്തങ്ങളോടുകൂടെ യൂദ അവിടെ വരിക. യൂദ അവിടെ വന്നിട്ട് ഈ തോട്ടത്തിലെല്ലാം അന്വേഷിക്കുക. അപ്പൊ ഏകദേശം പ്രഭാത സമയമായി, 12 മണി കഴിഞ്ഞു, പ്രഭാതത്തോട് അടുത്ത് വരിക. അപ്പം ഈ പന്തങ്ങളോടും പ്രകാശങ്ങളോടും ഒക്കെ കൂടി ഗത്സമന തോട്ടത്തിലൊക്കെ തെരഞ്ഞു വരുമ്പോ യേശു അങ്ങോട്ട് ചെന്ന് അവരുടെ അടുക്കൽ വന്ന് ചോദിക്കുക. എന്താ ചോദിച്ചേ? ജീസസ് ആസ്ക്ഡ്, whom do you seek? whom do you search? നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? ഉടനെ അവര് പറഞ്ഞു, ജീസസ് ഓഫ് നസറേത്ത്, ജീസസ് ഓഫ് നസറേത്ത്. ഉടനെ യേശു പറഞ്ഞ എന്തെന്നറിയാമോ? I am he. അത് ഞാനാണല്ലോ. യേശു പറഞ്ഞ എന്തെന്നറിയാമോ? I am that Shem, I am he എന്നാ പറഞ്ഞു. അത് ഞാനാകുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞ ഉടനെ എന്ത് പറ്റിയെന്നറിയാവോ? പറഞ്ഞ ഉടനെ എന്ത് പറ്റി? ഈ പിടിക്കാൻ വന്നവരെല്ലാം കൂടെ ചെതറി താഴോട്ട് വീണു. ഈ പിടിക്കാൻ വന്നവരെല്ലാരും കൂടെ ഇത് കേട്ടിട്ട്, ശിഷ്യന്മാർ അറ്റാക്ക് ചെയ്തൊന്നുമില്ല, ദൂതന്മാരും അറ്റാക്ക് ചെയ്തില്ല, അവിടെ വന്നവരാരും ഈ പിടിക്കാൻ വന്നവരെ ഒന്നും ചെയ്തില്ല. പക്ഷെ ഒരൊറ്റ വാക്ക് കേട്ടപ്പോ ഇടിവെട്ട് പോലെ പിടിക്കാൻ വന്നവർക്ക് തോന്നി, I am he. ഒന്ന് പറഞ്ഞേ, I am he. സ്തോത്രം. അത് തന്നെയാ മോശയോട് ദൈവം പറഞ്ഞു. അനീ അത്താഹ്, നീ ആരാ? മോശ ചോദിക്കുക, അനീ അത്താഹ്, നീ ആരാ? ഉടനെ ദൈവം പറഞ്ഞ മറുപടി എന്താ? യഹയ്യാഹ് അസ്സർ യഹയ്യാഹ് എന്ന് പറഞ്ഞു. ഞാൻ I am that I am. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന്. I am ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പദമല്ല I am. ദൈവം തന്നെത്താൻ പരിചയപ്പെടുത്തിയ ഒരു പദമാ I am. സ്തോത്രം. അതിന് ദ നെയിം ഓഫ് ദ ലോർഡ് എന്ന് പറയും. ദ നെയിം ഓഫ് ദ ലോർഡ്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 45-ാം വാക്യത്തിലാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 45-ാമത്തെ വാക്യം. ഗോലിയാത്തിനോട് ദാവീദ് പറയുക, I am coming against you. ഗോലിയാത്ത് പറഞ്ഞു, നീ വാളും കുന്തവും വേലുമായിട്ട് എന്റെ നേരെ വരുന്നു. വാളും കുന്തവും വേലുമായിട്ടാണ് നീ വരുന്നത്. ഞാനോ? ഞാൻ എങ്ങനെ വരുന്നേ? I am coming against you in the name of the Lord.
ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. ഷം ഷം ഷം, ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. അതാണ് ശക്തിയുള്ള പദപ്രയോഗം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദ നെയിം ഓഫ് ദ ലോർഡ്, ദ നെയിം ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ പേര് കേട്ടപ്പോഴേ ഈ ഗോലിയാത്ത് അവന്റെ ജീവൻ പോയി. പിന്നെ പിടിച്ചു നിന്നെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാ തലക്കേറ് കിട്ടിയ ആള് പുറകോട്ട് വീഴാതെ മുമ്പോട്ട് വീഴും. തല കറങ്ങി നിൽക്കുകയായിരുന്നു, അന്നേരം തലയ്ക്കൊട്ടൊരു ഏറും കൂടെ കിട്ടി. സ്തോത്രം. എന്താ? ദ നെയിം ഓഫ് ദ ലോർഡ്, ദ നെയിം ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ പരിശുദ്ധ നാമം. സ്തോത്രം. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗൽ ഒരു ശബ്ദം കേട്ടു. ശൗൽ ഒരു ശബ്ദം കേട്ട എന്തെന്നറിയാമോ? ഞാൻ എവിടെയൊക്കെയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പ്ലാറ്റ്ഫോമിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഈ പ്രവൃത്തിയുള്ള പുസ്തകം 26-ാം അധ്യായം വായിക്കണം, എന്നാലേ അതിന്റെ കംപ്ലീറ്റ് കിട്ടത്തുള്ളൂ. 9-ാം അധ്യായത്തില് ആ സംഭവിച്ച സംഭവം എഴുതിയിരിക്കുക. പക്ഷെ 26-ാം അധ്യായത്തിൽ ആ സംഭവിച്ച കാര്യം പൗലോസ് തന്നെ രാജാവിന് മുമ്പിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുക. അപ്പൊ പൗലോസിന്റെ വേർഷനാണ് 26-ാം അധ്യായം. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മർക്കോസിന്റെ വേർഷനാണ് 29-ാം അധ്യായത്തിൽ. അപ്പൊ 26-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കണം. പ്രവൃത്തിയുള്ള പുസ്തകം 26-ാം അധ്യായം 14-ഉം 15-ഉം വാക്യത്തില് വായിക്കുമ്പോ, ദമസ്കോസിന്റെ പടിവാതിൽക്ക് വന്നപ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം ശൗലിന്റെ മേൽ ചുറ്റുമിന്നി. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പദമാണ് നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന പ്രകാശം. ഡോസ്ക എന്നാണ് എന്റെ ഗ്രീക്ക്. ഡോസ്ക എന്ന് പറഞ്ഞാൽ 1000-10,000 സൂര്യൻ ഒരുമിച്ച് കത്തിജ്വലിച്ചാൽ ഉണ്ടാകുന്ന പ്രകാശത്തിന് പറയുന്ന പേരാണ് ഡോസ്ക. സ്തോത്രം. ആ പ്രകാശം തന്നെ മേൽ ചുറ്റുമിന്നിയപ്പോൾ ഈ മനുഷ്യൻ നിലത്ത് വീണു. ശൗല് നിലത്ത് വീണ് കിടന്നോണ്ടാ ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നീ അത്താ അഡണായി, നീ അത്താ അഡണായി എന്ന് പറഞ്ഞാൽ ദൈവമേ അങ്ങ് ആരാ? അതാ ചോദ്യം. അതാ അതിന്റെ അവിടെ എബ്രായ ഭാഷയിൽ പറയുന്ന ഒരു ശബ്ദം കേട്ടെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവര് തമ്മിൽ സംസാരിച്ച എന്തുവാ? എബ്രായ ഭാഷയല്ല. അപ്പൊ ഈ ശൗല് കിടന്നോണ്ട് ചോദിക്കുക, നീ അത്താ അഡണായി. അവര് ദൈവത്തെ വിളിക്കുന്ന പേരാ അഡോണായി. ദൈവത്തെ വിളിക്കുന്ന പേര്. ഒരു യഹൂദൻ ദൈവത്തെ സംബോധന ചെയ്യുന്ന പേരാണ് അഡോണായി. അത് തന്നെയാണ് ശൗല് ചോദിച്ചത്. ആരാന്നറിയത്തില്ലല്ലോ, യേശുവാണെന്ന് അറിയത്തില്ല, ഒരു പ്രകാശം ചുറ്റുമിന്നതേ ഉള്ളൂ. അപ്പം ചോദിക്കുക, ദൈവമേ അങ്ങ് ആരാ? ഉടനെ ദൈവം പറഞ്ഞ മറുപടി എന്താ? ഞാൻ യേശുവാന്നാ പറഞ്ഞു. അപ്പൊ ഈ രണ്ടുപേരും ഒരാളാണെന്ന് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ യേശു മറുപടി പറഞ്ഞത് അറിയാമോ? അനീ യശുവ അസർ അറ്റ് റപ്പാത്തി, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ എന്ന് പറഞ്ഞു. സ്തോത്രം. നീ ഉപദ്രവിക്കുന്ന യേശു തന്നെയാണ് ഞാൻ. ചോദ്യം ഏതാ? ദൈവമേ നീ ആരാ? അപ്പം ദൈവം മറുപടി പറയാ, ഞാൻ യേശുവാണ്. സ്തോത്രം. ഇവർ രണ്ടുപേരും ഒരാളാ. സ്തോത്രം. നമുക്കൊരു സ്തോത്രം പറയാം. അപ്പം ഈ പേര് കേട്ടപ്പോഴേ ശൗല് നിലത്ത് വീണു. ഈ പേര് കേട്ടപ്പോൾ യേശുവിനെ പിടിക്കാൻ വന്നവർ ചിതറിപ്പോയി. ഈ പേര് കേട്ടപ്പോൾ ഗോലിയാത്തിന്റെ ജീവൻ പോയി. എന്താ? ദ നെയിം ഓഫ് ദ ലോർഡ്, ദ നെയിം ഓഫ് ദ ലോർഡ്. ഈ നാമത്തിലാ പ്രാർത്ഥിക്കണം. മനസ്സിലായവർക്കൊരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. അപ്പൊ ഇഷം എന്ന വാക്കിന്, അല്ലെങ്കിൽ ദ നെയിം ഓഫ് ദ ലോർഡ്, അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതിനുള്ള അർത്ഥം ഞാൻ പറയാം. വാട്ട് ഐ സേ, ഞാൻ പറഞ്ഞതുപോലെ എന്നർത്ഥം. വാട്ട് ഐ സേ, ഞാൻ എന്താണോ ഇപ്പോൾ വരെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ എന്നർത്ഥമാണ് യേശുവിന്റെ നാമത്തിൽ എന്ന്. വാട്ട് ഐ സേ. 2, നേച്ചർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നേച്ചർ എന്ന് പറഞ്ഞാൽ നിന്റെ അതേ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ
ക്രിസ്തുവിന്റെ ഭാവം ധരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ നേച്ചറാണ് ഉദ്ദേശിക്കുന്നത്. 3, ദ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിന്റെ സ്വഭാവ സവിശേഷതകളോടുകൂടെ ഞാൻ അപേക്ഷിക്കുന്നു എന്നർത്ഥം. 4, ആറ്റിറ്റ്യൂഡാണ് അവിടെ പറയുന്നത്. മനോഭാവത്തോടുകൂടെ ഞാൻ അപേക്ഷിക്കുന്നു. 5, ഫെയ്ത്ത്, അതേ തുല്യ വിശ്വാസത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതാണ് ഷം എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഷം എന്ന വാക്കിന്റെ അർത്ഥം തിരുനാമം എന്ന വാക്കിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞതുപോലെ എന്തോ പ്രാർത്ഥനയിൽ ഉച്ചരിച്ചോ അതുപോലെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 2, അതേ നേച്ചർ, അതേ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു. അതേ ക്യാരക്ടറിസ്റ്റിക്സിൽ, അതേ സ്വഭാവ സവിശേഷതകളോടുകൂടെ ഞാൻ അപേക്ഷിക്കുന്നു. അതേ ആറ്റിറ്റ്യൂഡിനോടുകൂടി, അതേ മനോഭാവത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 5, അതേ വിശ്വാസത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഉള്ള അർത്ഥം. നമ്മൾ അങ്ങനെയാണോ പറയുന്നത്? ഇത് മനസ്സിലാക്കിക്കൊണ്ടാണോ നമ്മൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നത്? നമുക്ക് പറഞ്ഞേച്ച് പെട്ടെന്ന് പോകണം, അതിനായി നമ്മൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പ്രാർത്ഥന നിർത്തിയല്ലോ, തീരുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. പക്ഷെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ആ വാക്കിനകത്ത് കുടിയിരിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. മേൽപ്പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിന്റെ സ്വഭാവ സവിശേഷതകളോടുകൂടെ ഞാൻ യാചിക്കുന്നു. നിന്റെ മനോഭാവത്തോടുകൂടെ ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ അതേ വിശ്വാസത്തോടുകൂടെ ഞാൻ അപേക്ഷിച്ചിരിക്കുന്നു. ആമേൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സ്തോത്രം. സമയപരിമിതി കൊണ്ട് ഞാൻ ആ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഐ ആം ദാറ്റ് ഐ ആം എന്ന് കർത്താവ് മോശയോട് ദൈവം പറഞ്ഞതിന്റെ അർത്ഥം എന്നെ ഒന്ന് ഓർപ്പിക്കണം. അടുത്ത ആഴ്ചയിൽ ഞാൻ നിശ്ചയമായിട്ടും പറയാം. അതിന് വിസ്താരമായ ഒരു അർത്ഥമുണ്ട്, വിശദമായ ഒരു അർത്ഥം. എന്നോട് ഡോക്ടർ ഒരു ദിവസം ചോദിച്ചു, ഒന്ന് പറയാമോ? ഞാനത് പറഞ്ഞില്ല അന്ന്. ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നു. സത്യത്തിൽ ഞാൻ നിശ്ചയമായിട്ടും അടുത്ത ആഴ്ച പറയാം. സമയം അവസാനിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. അതൊരു ചെറിയ കാര്യമല്ല. അത് യേശുവിന്റെ നാമം ശ്രേഷ്ഠമായ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇൻപനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.